മക്കളെ നമ്മൾ ഗവൺമെൻറ് സ്കീമാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. സോഷ്യൽ സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ടിട്ട് ഗവൺമെൻറ്റിൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇനീഷ്യേറ്റീവ്സ് അല്ലെങ്കിൽ സ്കീംസ് എന്നുള്ള ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ഒന്നാമത്തെ ഒരു സ്കീം വർക്ക്മെൻ കോമ്പൻസേഷൻ ആക്ട് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിരുന്നു. ഇനി രണ്ടാമത്തെ സ്കീമായിട്ടുള്ള എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ് ആക്ട് 1948 ആണ് ഇനി നമുക്ക് നോക്കാനുള്ളത്. 1948 എംപ്ലോയീസിൻ്റെ അതായത് ഒരു സ്റ്റേറ്റിനകത്ത് എക്സിസ്റ്റ് ചെയ്യുന്ന എംപ്ലോയീസിൻ്റെ വെൽഫെയർ മുന്നിൽ കണ്ടുകൊണ്ട് കൊണ്ടുവന്നിട്ടുള്ള ഒരു നിയമമാണത് എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ് ആക്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നോക്കുക, ഇതിൻ്റെ ഒരു മെയിൻ എയിം എന്ന് പറയുന്നത് ടു പ്രൊവൈഡ് സിക്നെസ് ബെനിഫിറ്റ് ടു വർക്കേഴ്സ് ആണ്. അതായത് സിക്നെസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, രോഗം എന്നുള്ള ഒരു മീനിങ്ങിലാണ് വരുന്നത്. അപ്പോൾ സിക്നെസ്സിനെ ഒരു പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും അസുഖങ്ങൾ വരുന്ന സമയത്ത് അതിൽ നിന്നുള്ള ഒരു പ്രൊട്ടക്ഷനാണ് ഇതിലൂടെ കൊടുക്കുന്നത്, ഈ ഇൻഷുറൻസ് ആക്ടിലൂടെ കൊടുക്കുന്നത്. ഇനി നോക്കുക, ദിസ് ആക്ട് വിൽ ബി അപ്ലൈഡ് ടു ഓൾ നോൺ സീസണൽ ഫാക്ടേഴ്സ് റൺ വിത്ത് പവർ ആൻഡ് എംപ്ലോയിങ് 20 or more പീപ്പിൾ. ദെൻ നോക്കുക, ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്നത് 20 അല്ലെങ്കിൽ 20 കൂടുതലോ എംപ്ലോയീസ് ഉണ്ടെങ്കിൽ അത്തരത്തിലുള്ള ഫാക്ടറീസിനാണ് ഈ ഇൻഷുറൻസ് എന്ത് ചെയ്യുന്നത്, അപ്ലിക്കബിൾ ആകുന്നത്. ഇനി അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഫാക്ടറീസ് റൺ ചെയ്യുന്നത് ബൈ യൂസിങ് പവർ ആയിരിക്കണം. ഓക്കെ, അപ്പോൾ അത്തരത്തിലുള്ള സിക്നെസ് ഒരു ഫാക്ടറികളിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിൻ്റെ സിക്നെസ് മൂലമുള്ള അവരുടെ പ്രശ്നങ്ങളിൽ നിന്നുള്ള ഒരു പ്രൊട്ടക്ഷനാണ് ഈ ഒരു ആക്ടിലൂടെ എയിം ചെയ്തിട്ടുള്ളത്. ഇനി നോക്കുക, എംപ്ലോയീസ് എന്ന് പറയുമ്പോൾ ഏകദേശം എല്ലാ ടൈപ്പ് ഓഫ് എംപ്ലോയീസും ഇതിനകത്ത് കവേർഡ് ആണ്. ഇറ്റ് മേ ബി മാനുവൽ എംപ്ലോയീസ്, ക്ലറിക്കൽ എംപ്ലോയീസ്, സൂപ്പർവൈസേഴ്സ്, ദെൻ ടെക്നിക്കൽ എംപ്ലോയീസ് എക്സെട്ര. ഈ കാറ്റഗറിയിലുള്ള എംപ്ലോയീസ് എല്ലാം ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. ഇനി നോക്കുക, നോട്ട് ഡ്രോയിങ് എ സാലറി ഓഫ് മോർ ദാൻ 1600 പെർ മന്ത്. അതായത് അവിടുത്തെ ഒരു സാലറി ലിമിറ്റ് എന്ന് പറയുന്നത് 1600 രൂപ എന്നുള്ളതാണ്. അതിന് കൂടുതൽ ഏൺ ചെയ്യുന്ന എംപ്ലോയീസിനെ ഇതിനകത്ത് കവറിങ് അല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മൂന്നാമത്തത് നമുക്ക് നോക്കാം, എംപ്ലോയീസ് പ്രൊവിഡൻറ്റ് ഫണ്ട് ആക്ട് 1952 ആണ്. പ്രൊവിഡൻറ്റ് ഫണ്ട് ആക്ട് നമ്മൾ സാധാരണ കേട്ടിട്ടുണ്ട്, EPF എന്ന് നമ്മൾ പറയുന്ന സാധനമാണിത്. 1952 ഈ ഒരു ആക്ട് വന്നിട്ടുള്ളത്. ഇറ്റ് കവേഴ്സ് ഫാക്ടറീസ് എംപ്ലോയിങ് 50 or more വർക്കേഴ്സ് ഇൻ 6 മേജർ ഇൻഡസ്ട്രീസ്. അതായത് 1952 ഈ ആക്ട് വരുന്ന സമയത്ത് മെയിനായിട്ടും 6 ഇൻഡസ്ട്രീസിലുള്ള മേജർ ഇൻഡസ്ട്രീസിനെയാണ് ഈ ഒരു ആക്ടിനകത്ത് കവർ ചെയ്തിരുന്നത്. ഓരോ ഇൻഡസ്ട്രിയിലും 50 അല്ലെങ്കിൽ അതിൽ കൂടുതലോ എംപ്ലോയീസ് വർക്കിംഗ് ആയിരിക്കണം. എന്നാൽ 1960 ഇതിനൊരു അമെൻമെൻറ്റ് അല്ലെങ്കിൽ ഈ ഒരു ആക്ടിൽ ഒരു ഭേദഗതി, ഒരു ചേഞ്ച് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ആ ചേഞ്ചിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ആ അമെൻമെൻറ്റിൻ്റെ ഭാഗമായിട്ട് എല്ലാ ടൈപ്പ് ഓഫ് ഫാക്ടറീസിലോട്ടും ഈ ഒരു ആക്ട് എന്തായി, അപ്ലിക്കബിളായി. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എംപ്ലോയീസ് പ്രൊവിഡൻറ്റ് ഫണ്ട് ആക്ട് 1952 വന്ന സമയത്ത് വെറും 6 മേജർ ഇൻഡസ്ട്രീസിന്, ഈ 6 മേജർ ഇൻഡസ്ട്രീസ് എന്ന് പറയുമ്പോൾ അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രി, ടെക്സ്റ്റൈൽസ് ഇൻഡസ്ട്രി, എഞ്ചിനീയറിങ്, സിമെൻറ്റ് ഇൻഡസ്ട്രി, പേപ്പർ ഇൻഡസ്ട്രി, സിഗരറ്റ് ഇൻഡസ്ട്രി, ഈ 6 മെയിൻ ഇൻഡസ്ട്രീസിനെയാണ് ഇത് കവർ ചെയ്തിരുന്നത്. എന്നാൽ 1960 വന്ന ചേഞ്ചോട് കൂടിയിട്ട് ഈ 6 എന്നുള്ള മേജർ ഇൻഡസ്ട്രീസിനെ ഒഴിവാക്കി എല്ലാ ടൈപ്പ് ഓഫ് ഫാക്ടറീസും ഇതിനകത്ത് എന്തായി, ഇൻക്ലൂഡഡ് ആയി എന്നുള്ളതാണ്. ഇനി അവിടെ ഒറ്റ കണ്ടീഷനാണ് പറയുന്നത്, ഈ ഫാക്ടറീസ് എക്സിസ്റ്റ് ചെയ്തത് മുതൽ 5 വർഷം സ്റ്റാൻഡിങ് എക്സിസ്റ്റൻസ് ഉണ്ടെങ്കിൽ, അതായത് തുടങ്ങിയിട്ട് 5 വർഷം ആയി കഴിഞ്ഞാൽ മാത്രമാണ് ഈ ഒരു ആക്ടിനകത്ത് ഇൻവോൾവ്ഡ് ആകുന്നത്. പിന്നെ വന്നൊരു അമെൻമെൻറ്റ് എന്ന് പറഞ്ഞാൽ ആദ്യത്തിൽ 50 എംപ്ലോയീസ് ആയിരുന്നു മിനിമം പറഞ്ഞിരുന്നത്. എന്നാൽ അത് വെട്ടിച്ചുരുക്കി 20 അല്ലെങ്കിൽ 20 കൂടുതൽ എംപ്ലോയീസ് ഉണ്ട് എങ്കിൽ ഈ ആക്ട് എന്താകും, അപ്ലിക്കബിൾ ആകും. ഓക്കെ, മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണു. 52 വരുന്ന സമയത്ത് 6 ഇൻഡസ്ട്രീസും 50 എംപ്ലോയീസും. എന്നാൽ 60 വന്ന അമെൻമെൻറ്റിൽ 20 എംപ്ലോയീസ് ഉണ്ടെങ്കിൽ അപ്ലിക്കബിൾ ആകും. 6 മേജർ ഇൻഡസ്ട്രീസ് എന്നുള്ള ഒരു കൺസ്ട്രെയിൻസ് ഒഴിവാക്കി എല്ലാ ടൈപ്പ് ഓഫ് ഫാക്ടറീസിനെയും അതിനകത്ത് എന്ത് ചെയ്തിട്ടുണ്ട്, ഇൻക്ലൂഡ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് വി ആർ മൂവിങ് ഫാമിലി പെൻഷൻ സ്കീം 1971.
ഇത് നോക്കുക, ഇൻഡസ്ട്രിയൽ വർക്കേഴ്സിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ആക്ട് കൊണ്ടുവന്നിട്ടുള്ളത്. കവേർഡ് ബൈ ദി പ്രൊവിഡന്റ് ഫണ്ട് സ്കീം, അതായത് പ്രൊവിഡന്റ് ഫണ്ട് സ്കീമിൽ കവർ ചെയ്തിട്ടുള്ള ഇൻഡസ്ട്രിയൽ വർക്കേഴ്സിന് വേണ്ടിയിട്ട് കൊണ്ടുവന്ന വേറൊരു സ്കീമാണിത്. ഈ സ്കീം പ്രകാരം ഫിനാൻഷ്യൽ അസിസ്റ്റൻസ്, ദാറ്റ് ഈസ് പെൻഷൻ, ഈസ് പ്രൊവൈഡഡ് ടു വർക്കേഴ്സ് മന്ത്ലി ആഫ്റ്റർ റിട്ടയർമെൻറ്റ് ടിൽ ഹി സർവൈവ്സ് ആൻഡ് ടു ഹിസ് വിഡോ ദെയറാഫ്റ്റർ ടിൽ ഷീ സർവൈവ്സ്. അതായത് മരണശേഷം ഇത്തരത്തിലുള്ള ആളുകൾക്ക് മരണം വരെ ഇത്തരത്തിലുള്ള ആളുകൾക്ക് റിട്ടയർമെൻറ്റ് മുതൽ ആ എംപ്ലോയി ആ കമ്പനിയിൽ നിന്നും റിട്ടയർ ആയി കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ മരണം വരെ ആ എംപ്ലോയിക്ക് പെൻഷൻ കിട്ടുന്നതായിരിക്കും. ആ എംപ്ലോയിയുടെ മരണശേഷം എത്ര കാലമാണോ അവരുടെ ഭാര്യ അല്ലെങ്കിൽ വിഡോ ജീവിച്ചിരിക്കുന്നത് അത്രയും കാലം അവർക്കും പെൻഷൻ കൊടുക്കുന്ന സ്കീമാണ് ഏതെന്ന് പറയുന്നത് ഫാമിലി പെൻഷൻ സ്കീം 1971 എന്ന് പറയുന്നത്. നെക്സ്റ്റ് വി ആർ മൂവിങ് പേയ്മെൻറ്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ട് 1972. ഗ്രാറ്റുവിറ്റി എന്ന് പറയുമ്പോൾ കുറച്ച് ഫാക്ടറീസ്, അതായത് ചില ടൈപ്പ് ഓഫ് ഇൻഡസ്ട്രീസിനെ മാത്രം ഫോക്കസ് ചെയ്തിട്ടുള്ളതാണ്. ഫാക്ടറീസിലാവാം, മൈൻസ് ആവാം, ഓയിൽ ഫീൽഡ് ആകാം, റെയിൽവേ, പോർട്ട്, ഇത്രയും കാറ്റഗറീസിനെയാണ് ഈ ഗ്രാറ്റുവിറ്റി ആക്ട് കവർ ചെയ്യുന്നത്. ഇനി നോക്കുക, ഇവർക്ക് എന്ത് കിട്ടും? ഗ്രാറ്റുവിറ്റി കിട്ടും. ഗ്രാറ്റുവിറ്റി കിട്ടുന്നത് എങ്ങനെയാണ്? ആഫ്റ്റർ കംപ്ലീറ്റിംഗ് 5 years ഓഫ് സർവീസസ്. ഇവർക്ക് എന്തുണ്ടായിരിക്കണം? മിനിമം 5 വർഷത്തെ സർവീസ്, അതായത് 5 വർഷത്തെ സർവീസ് കംപ്ലീറ്റ് ചെയ്താൽ ആണ് ഇവർക്ക് എന്ത് കിട്ടുന്നത്? ഗ്രാറ്റുവിറ്റി കിട്ടുന്നത്. ഇനി ഇവരുടേക്ക് കൊടുക്കുന്ന ഗ്രാറ്റുവിറ്റീൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത് അറ്റ് ദ റേറ്റ് ഓഫ് ഹാഫ് മന്ത്സ് വേജ്, അതായത് ഒരു മാസത്തിൻ്റെ കൂലി, ആ ഒരു മാസത്തിൻ്റെ കൂലിയുടെ പകുതി കൂലിയാണ് വരിക. ഹാഫ് മന്ത്സ് വേജസ് ഫോർ ഈച്ച് കംപ്ലീറ്റഡ് ഇയേഴ്സ്. ഓരോ വർഷം, ഇപ്പോൾ എത്ര വർഷം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടോ അത്രയും വർഷത്തിന് ഹാഫ് മന്ത് വേജ് കൊടുക്കും. പക്ഷേ അവിടെ ഒരു കൺസ്ട്രെയിൻ്റ് അല്ലെങ്കിൽ ഒരു മാക്സിമം ലിമിറ്റ് പറയുന്നുണ്ട്. 20 months വേജസ് വരെ കിട്ടുള്ളൂ. അതായത് ഇപ്പോൾ ഒന്നാമത്തെ വർഷം കംപ്ലീറ്റ് ചെയ്തു, അയാൾക്ക് എന്ത് കിട്ടും? ഹാഫ് മന്ത് വേജ് കിട്ടും. രണ്ടാമത്തെ വർഷം കംപ്ലീറ്റ് ചെയ്തു, അയാൾക്ക് ഹാഫ് മന്ത് വേജ് ഗ്രാറ്റുവിറ്റി ആയിട്ട് കിട്ടും. അങ്ങനെ ആ ഒരു എംപ്ലോയിക്ക് മാക്സിമം 20 മാസം വരെയുള്ള വേജസിൻ്റെ ആണ് ഏത് കിട്ടുന്നത്? ഗ്രാറ്റുവിറ്റി ആയിട്ട് കിട്ടുന്നത്. നെക്സ്റ്റ് നോക്കാം, സോഷ്യൽ സെക്യൂരിറ്റി സർട്ടിഫിക്കറ്റ് ആണ്. സോഷ്യൽ സെക്യൂരിറ്റി സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒരു പെർട്ടിക്കുലർ സർട്ടിഫിക്കറ്റ് ആണ്. ആ സർട്ടിഫിക്കറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് June 1, 1982 ആണ്. ഇതെന്ത് ചെയ്യാം? ആർക്ക് വേണമെങ്കിലും ഈ സർട്ടിഫിക്കറ്റ് പർച്ചേസ് ചെയ്യാം. 18 വയസ്സിനും 45 വയസ്സിനും ഇടയിലുള്ള ആർക്ക് വേണമെങ്കിലും പർച്ചേസ് ചെയ്യാം. ഈ സർട്ടിഫിക്കറ്റിൻ്റെ മാക്സിമം എമൗണ്ട് വരുന്നത് 5000 rupees ആണ്. ഈ സർട്ടിഫിക്കറ്റ് ഇപ്പോൾ 5000 രൂപ വരെ, മാക്സിമം 5000 രൂപ വരെയുള്ള സർട്ടിഫിക്കറ്റ് പർച്ചേസ് ചെയ്യാം. നോക്കുക, ഇനി ഇയാൾക്ക് കിട്ടുന്ന സോഷ്യൽ സെക്യൂരിറ്റി എന്ന് പറയുന്നത് ദി ഹോൾഡർ ഓഫ് ദി സെക്യൂരിറ്റി വിൽ ഗെറ്റ് 3 times ഓഫ് എമൗണ്ട് ഇൻവെസ്റ്റഡ് ആഫ്റ്റർ 10 years. എത്ര രൂപയാണോ അയാൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത് അതിൻ്റെ 3 മടങ്ങ് അത്രയും എമൗണ്ട് ആണ് സോഷ്യൽ സെക്യൂരിറ്റി ആയിട്ട് ഈ സർട്ടിഫിക്കറ്റിലൂടെ അയാൾക്ക് കിട്ടുക. പക്ഷേ ഈ എമൗണ്ട് കിട്ടുന്നത് ഇറ്റ് വിൽ ബി ആഫ്റ്റർ 10 years ആണ്. ഓക്കെ, അതാണ് സോഷ്യൽ സെക്യൂരിറ്റി സർട്ടിഫിക്കറ്റ്.